ജോൺ ദ ബാപ്റ്റിസ്റ്റിന്റെ ഒരു വാക്യം നമുക്ക് നോക്കാം. നമ്മള് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം यूहन्ना का सुसमाचार 3रा अध्याय അതിന്റെ 30-ാമത്തെ വാക്യം. का 30 में हम पढ़ते हैं, നമ്മൾ വായിക്കുന്നത്, അവൻ വളരണം, ഞാനോ കുറയണം. वो तो बढ़ना है, मैं तो घटना है. ആ, विषय है कि वह बढ़े और मैं घटूं. ഇത് യോഹന്നാൻ സ്നാപകൻ പഴയ നിയമത്തിലെ ലാസ്റ്റ് ദൈവരാജ്യത്തോട് ചേർക്കപ്പെട്ട വ്യക്തിയാണ്. സഭ എന്നുള്ള നിലയിലല്ല അദ്ദേഹത്തിന്റെ കൺസിഡറേഷൻ ഉള്ളത്. എന്നാൽ ഇത് യോഹന്നാനേക്കാൾ അധികം ഇംപ്ലിമെന്റ് ആകേണ്ടത് നമ്മുടെ ജീവിതത്തിലാണ്. കർത്താവ് നമ്മളിൽ വളരണം, നമ്മൾ കുറയണം. तो हम जानते हैं कि यूहन्ना बपतिस्मा देने वाला था, जो राज्य का जो सबसे आखिरी व्यक्ति जो प्रवेश कर रहा है, जो आखिरी भविष्यवक्ता जो उस राज्य के बारे में ज्यादा बात किया था, वो मंडली का अवस्था में नहीं है, लेकिन हम लोग हैं जो मंडली का में प्रवेश किया हुआ है. इसलिए ये वाक्य हमारे ऊपर है जो ज्यादा लागू होना चाहिए और इसका अनुभव में हम लोग प्रवेश करना चाहिए. वो ये है कि हम वो बढ़े और हम घटे. യോഹന്നാൻ ആത്മാവിൽ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ആത്മാവിൽ നിറഞ്ഞിരുന്നു. പക്ഷെങ്കിൽ അവന് കർത്താവിനെ പോലെ ആത്മാവിൽ ജനിച്ചവനല്ല, അല്ലെങ്കിൽ അവൻ ജഡത്താൽ തന്നെ ജനിച്ചവനാണ്. അവന്റെ മാതാപിതാക്കളിൽ നിന്നും അവന് ഉള്ള ജനനം ഉണ്ടായി. जानते कि यूहन्ना माँ के गर्भ में ही आत्मा से भरा हुआ तो था, परंतु आत्मा से जन्मा नहीं था जैसा यीशु आत्मा में जन्मा था. അപ്പം അദ്ദേഹത്തിന് ജഡത്തിൻ്റെതായ ഒരുപാട് കാര്യങ്ങൾ തന്റെ ജീവിതത്തിലുണ്ട്. जिसके वजह से उसके जीवन में भी वो जो पापमय शरीर का अभिलाषा है उसके जीवन में भी था. അതായത് പഴയ നിയമത്തിന്റെ നാസൃവ്രതത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം തന്റെ ജഡപ്രകൃതിയെ അദ്ദേഹം ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. पुराने नियम में जो यहूदियों को जो व्यवस्था दिया गया था, जिसमें नाजराइट लॉ उनको फॉलो करना था, उसके आधार पर था उसने अपना जीवन का चाल चलन चला था. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു രീതി ഫോളോ ചെയ്യാൻ നമ്മളോട് ദൈവം പറയുന്നില്ല. परंतु नए नियम के जो हम लोग हैं, हम लोग को वही नाजरीय व्यवस्था जो पुराने नियम में बोला गया था, वो हमें मानने के लिए नहीं कहा है. അദ്ദേഹം ഒരു ബ്രഹ്മചാരിയായി ഒരു അസറ്റിക് ലൈഫ്, ഒരു സന്യാസ ജീവിതം നയിച്ച് എപ്പോഴും ദൈവത്തിൽ നിന്നുള്ള വചനം ഒരു ഡിക്റ്റേഷൻ രൂപേണ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നു, ജനത്തോട് പറയുന്നു എന്ന രീതിയിൽ ആയിരുന്നു അദ്ദേഹത്തിൻ്റെതായ ജീവിത രീതി. तो हम देखते हैं कि यूहन्ना बपतिस्मा बोला तो एक सन्यासी के समान था. वो उस तरह का जीवन जिया, अकेला वो जीता था, रेगिस्तानों में जाके रहता था, और परमेश्वर का जब वाणी जैसा जैसा आता था वही सेम टू सेम बात जाकर वो लोगों को बताता था. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിൽ ഒരു ആത്മജനനം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മള് ഇസ്മായേലും ഇസാക്കും എന്ന പോലെ ഒരു ആദ്യ ജനനത്തിലെ ജഡജനനത്തിലുള്ള കാര്യങ്ങൾ അത് കുറഞ്ഞു വരണം. അതിനാണ് നമ്മൾ വാച്ച്മാനിയുടെ പ്രയോഗത്തിൽ അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, സബ്ട്രാക്ഷൻ ആൻഡ് അഡിഷൻ. മാത്തമാറ്റിക്സിലെ ഒരു കാര്യം അദ്ദേഹം പറയാറുണ്ട്. അപ്പം എന്താണ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യേണ്ടത്, എന്താണ് അഡിഷൻ ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യമാണ് ആദ്യം നമ്മളിൽ ഉണ്ടാകേണ്ടത്. तो हम लोग जो है नए नियम के विश्वासी हम होने की वजह से हमारे अंदर प्रभु का कार्य, क्योंकि हम लोग आत्मा में हम जन्मे हैं, आत्मा का कार्य हमारे अंदर होता है, उसके आधार पर है हमें एक मसीह जीवन जीना है. जैसा उदाहरण के लिए भाई वॉचमैन ने इस रीति से कहता है कि विश्वासी के जीवन में कुछ बातों को जोड़ना है और कुछ बातों को घटाना है, यानी कि एडिशन एंड सब्ट्रैक्शन. तो वो क्या है जो हमारे जीवन में कुछ बातों को जोड़ना है और क्या है घटाना है या उसको निकालना है. യോഹന്നാൻ സ്നാപകൻ അത് തന്റെ ജീവിതത്തിലെ കാര്യങ്ങളെ ക്രമപ്പെടുത്തത് നാസീർവ്രതത്തിലൂടെയായിരുന്നു. താന് ഒരു അസറ്റിക് ലൈഫ് ജീവിച്ച് ജനങ്ങളോട് അധികം മിങ്കിൾ ചെയ്യാതെ, ഒരു കുടുംബജീവിതം ഇല്ലാതെ ദൈവത്തിന്റെ ഒരു പ്രവാചകൻ എന്ന രീതിയിൽ അദ്ദേഹം പല കാര്യങ്ങളിലും തന്റെ ജീവിതത്തിൽ ക്രമങ്ങൾ വരുത്തിയിരുന്നു. പക്ഷേ ആ രീതി അല്ല നമ്മൾ ഫോളോ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നത്. तो यूहन्ना बपतिस्मा ने जब उसका जिंदगी और भक्ति जीवन जीते समय में व्यवस्था के आधार पर था, जो व्यवस्था में लिखा अनुसार
उसके अनुसार था, जिसकी वजह से वो एक सन्यासी जीवन जिया। पारिवारिक जीवन उसमें नहीं था, अकेला मरुभूमि में रहता था। परमेश्वर का, यहोवा का भविष्यवक्ता के नाम से पहचाना जाता था। जो यहोवा बोलता था वो करता था। परंतु हम जो नए नियम के विश्वासी लोग हैं, हम लोग उस आधार से नहीं, या उस तरीके से नहीं हम लोग जीना चाहिए। അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നമ്മളെ കർത്താവ് സാങ്ടിഫൈ ചെയ്യാൻ വേണ്ടി കർത്താവ് എന്ത് ചെയ്തു എന്നുള്ളതിന്റെ ഒരു ദർശനം, ഒരു ആന്തരിക കാഴ്ചപ്പാട്, നമ്മളിലുള്ള സബ്ട്രാക്ഷൻ അല്ലെങ്കിൽ നമ്മളെ ജഡത്തിൽ ജനിച്ച ജഡത്തിൽ എങ്ങനെയാണ് നമ്മളെ വിശുദ്ധീകരിക്കേണ്ടതിന് യേശുക്രിസ്തു എന്ത് ചെയ്തു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ക്രൂശന്റെ ദർശനം. നമ്മളെ വിശേഷാല് നമ്മളെ എഫേസ്യ ലേഖനം 5:26-27 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, നമ്മളെ സാങ്ടിഫൈ ചെയ്യണം, നമ്മളെ ക്ലെൻസ് ചെയ്യണം. രണ്ട് കാര്യങ്ങൾ അവിടെ പ്രത്യേകിച്ച് അവിടെ പറയുന്നുണ്ട്. സാങ്ടിഫൈ ചെയ്യണം, ക്ലെൻസ് ചെയ്യണം. നമ്മളെ അവിടെ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ इसके लिए हमारे विषय 6-ാം में വാക്യം. जो प्रभु ने हमको जो तत्व बताया है, वो क्रूस का वचन के आधार पर किस रीति से हमारे अंदर प्रभु का जीवन का कार्य होना चाहिए, वो है कि प्रभु किस रीति से हमें अलग करके, अलगवाई करके हमें शुद्ध कर रहा है प्रभु का अपने जीवन में। एफएससी का पुस्तक उसका 5:26 में हम पढ़ते समय में, वचन के द्वारा जो जल का स्नान से हमें शुद्ध करना और पवित्र करना, ये दो बातों को हमें समझना है। അപ്പൊ സാങ്ടിഫൈ ചെയ്യാന്ന് പറയുന്നതും ക്ലെൻസ് ചെയ്യാന്ന് പറയുന്നതുമായ കർത്താവിന്റെ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ വിശ്വാസത്താൽ കീഴ്പ്പെട്ട് കൊടുക്കുമ്പോൾ ഒരു ഗ്ലോറിയസ് ചർച്ച്, ആ ഗ്ലോറിയസ് ചർച്ചിന്റെ പ്രത്യേകതയാണ് നോട്ട് ഹാവിങ് സ്പോട്ട് ഓർ ബ്രിങ്കിൾ എനി സച്ച് തിങ്സ്. അപ്പം ഒരു വിത്തൗട്ട് ബ്ലെമിഷ് ആയ ഒരു ചർച്ചിനെ ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ അടുത്ത യുഗത്തിൽ പ്രസന്റ് ചെയ്യണമെങ്കിൽ ഇന്ന് ആനുകാലികമായി കർത്താവിന് നമ്മൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ് സാങ്ടിഫിക്കേഷനും ക്ലെൻസിങ്ങും. അത് രണ്ടും വേട് മുഖാന്തരം തന്നെയാണ്. उसके लिए हम देखते हैं कि प्रभु जो नए नियम के विश्वासियों के जीवन में, हमारे जीवन में जो कार्य करने का जो जो कार्य कर रहा है, जिसके वजह से हम एक ऐसी तेजस्वी कलीसिया बन जाते हैं जिसमें कोई किसी प्रकार का दाग नहीं, कोई झुर्री नहीं, बल्कि एकदम महिमादायक रूप में निर्दोष होकर पवित्र रीति से परमेश्वर की उपस्थिति में बने रह सके। उस बातों में है प्रभु है जो विश्वासियों के जीवन में दो बातें जो करता है, वो है पवित्र पवित्र बनाना, यानी कि अलगवाई करना, और दूसरा है शुद्ध करना। നമുക്ക് ഇതിന് ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് എസ്തേറിന്റെ ജീവിതം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സബ്ട്രാക്ഷനോ അഡീഷനും അവളിൽ നടന്നതായിട്ട് നമ്മൾ എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. एस्तेर का जीवन का अगर हम इस विषय में पढ़ेंगे तो किस रीति से उसके जीवन में ये दोनों बातें, कुछ बातें घटी और कुछ बातें बढ़ा, उसके बारे में हम एस्तेर के जीवन में, एस्तेर का पुस्तक 2 अध्याय में हम पढ़ते हैं। എസ്തേർ രാജാവിനെ കാണാൻ വരുമ്പോൾ ആ രാജകൊട്ടാരത്തിലെ ഒരു സ്മെല്ല് അല്ലെ രാജകൊട്ടാരത്തിന്റെ ഒരു വാസന, രാജാവ് ഇഷ്ടപ്പെടുന്ന ഒരു വാസന അവളിൽ നിന്നും പുറപ്പെട്ടു വരേണ്ടതിന് ഒരു വർഷത്തെ ക്ലെൻസിങ്ങും സാന്റിഫിക്കേഷനും അവിടെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. तो हम देखते हैं कि जब एस्तेर राजमहल में आने से पहले, राजा को दिखने से पहले, उसको राजमहल का रीति का सुगंध, या राजा को जिस प्रकार का सुगंध पसंद है, उस रीति का सुगंध उस रानी में, एस्तेर रानी में आने के लिए 1 साल का उसके जीवन में एक शुद्धिकरण होने का क्रिया हुआ, जिसमें उसमें शुद्धता भी करता रहा और उसको अलग भी करता रहा। നമ്മള് എസ്തേറിന്റെ പുസ്തകം അതിന്റെ 2-ാം അധ്യായത്തിൽ അതിന്റെ 12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ, एस्तेर का पुस्तक 2 का, വിശദീകരിക്കുന്നില്ല, നമുക്ക് ഇന്ന് സമയം ഷോർട്ട് ആയതുകൊണ്ട് നമ്മൾ വളരെ ചുരുക്കമായിട്ട് നമുക്കത് അറിയാം, പ്രിൻസിപ്പിൾ അറിയാം. പക്ഷെങ്കില് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം നമ്മളിലാണ് അത് കൂടുതലായിട്ട് അത് പ്രായോഗികമായി വെളിപ്പെടേണ്ടത്. एस्तेर 2 का 12-13 में पढ़ते समय में उसका जिक्र हम पढ़ते हैं, आप लोग को उस भाषा में मालूम है, इसलिए ज्यादा नहीं ले रहा। लेकिन हम लोग को जो यूहन्ना बपतिस्मा ने जो हमें इस विषय में कहा कि प्रभु आप बढ़ना चाहिए और मैं घटना चाहिए करके, उस विषय का एक नए नियम का नजरिया हमारे जीवन में उस वचन का होना चाहिए। അപ്പൊ 6 മാസം അവൾക്ക് ഒരു രാജകീയമായ ഒരു സ്മെല്ല് അല്ലെങ്കിൽ ഒരു വാസന, ഒരു ദൈവികമായ വാസന, ഒരു ഡിവൈൻ നേച്ചർ അവളിൽ വെളിപ്പെടണമെങ്കിൽ പഴയത് റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ പഴയ പ്രകൃതിയോടുള്ള ബന്ധത്തിൽ ഡീൽ ചെയ്യാൻ അവളെ 6 മാസം മൂര് ശരീരത്തിൽ പുരട്ടുക എന്നൊരു ഒരു 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 ട്രീറ്റ്മെന്റ് ആണ് രാജകൊട്ടാരം നടന്നത്. वहां पर हम देखते हैं कि जब 12
साल का जब उसके अंदर कार्य होते समय में, तो वो जो है इजरायली स्त्री वहां पर आते समय में, वो अन्य जाति महल में रहते समय में, तो राजा को उनके इच्छा के अनुसार उसको खुशबू चाहिए अपना रानी में। तो उस प्रकार का कार्य होने के लिए 12 एक साल का काम वहां पर होते समय 6 महीने का काम वहां पर हम देखते हैं कि एक शुद्धता का काम वहां पर हुआ, जिसमें गंधरस का तेल वहां पर लगाकर उसमें उसमें मलम लगाया था, ताकि वो कार्य उसमें हो और वो सुगंध आ सके, ताकि उसका पुराना जीवन का बातें हटकर राजा की इच्छा के अनुसार जो सुगंध जो राजा चाहता है उसके इच्छा के अनुसार वो बातें प्रकट हो जाए, वो सुगंध आए। इसीलिए उसको गंधरस से तेल से मलम किया जाता था। നമ്മുടെ നമ്മുടെ മൂര് എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിന് വരേണ്ടിയിരുന്ന കഷ്ടങ്ങളാണ് എന്നുള്ളത് പുതിയ നിയമത്തിൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. तो गंधरस करके जब बोलते समय में हम जानते हैं कि प्रभु यीशु मसीह को जो आने वाला कष्ट के बारे में है करके हम उसका व्याख्या करते हैं। അപ്പോൾ പൗല് സോറി നമ്മുടെ ബാപ്റ്റിസ്റ്റ്, നമ്മുടെ ജോൺ ദ ബാപ്റ്റിസ്റ്റ് ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളോട് ചേർന്നുള്ള ഏകീഭവിച്ചുള്ള ഒരു സബ്ട്രാക്ഷൻ അദ്ദേഹത്തിൽ വന്നിരുന്നില്ല. അദ്ദേഹം അസറ്റിക് ലൈഫിലൂടെ പഴയ നിയമത്തിലെ പ്രവചനപരമായ രീതിയിലുള്ള ഒരു ലൈഫിലൂടെ താൻ ഒരു കുടുംബജീവിതം നയിക്കാതെ താന് ഒരു ഒരു ലൈഫായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. तो हम देखते हैं कि जो सबसे बड़ा गड़बड़, जो गलती जो यूहन्ना बपतिस्मा के जीवन में हुआ था, कि वो व्यवस्था के अनुसार अपने जीवन में वो एक भक्ति जीवन जीने का कोशिश कर रहा था। उस भक्ति जीवन का उस यत्न करते समय में वो क्या हो गया, वो एक साधु संत का जीवन जीने लगा, अपने आप को सभी लोगों से अलग कर उस तरह का सन्यासी जीवन जीकर वो अपना भक्ति जीवन को पूरा करने देख रहा था, जिसको परमेश्वर परमेश्वर इस बात को पसंद नहीं करता, क्योंकि परमेश्वर मसीह के द्वारा ये बात चाहता है। तो इस तरह मसीह को मिलाकर या मसीह के साथ एकजुट होकर वो अपना भक्ति जीवन ना जीने की वजह से प्रभु उसमें प्रसन्न नहीं था। നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ദൈവസന്നിധിയിൽ വിശുദ്ധിയും നിഷ്കളങ്കയുമായി പ്രസന്റ് ചെയ്യാൻ അവൻ നമുക്ക് വേണ്ടി ആ മോറിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അവന്റെ ആ പ്രവൃത്തിയോട് നമ്മൾ ഏകീഭവിക്കുന്നതിനെയാണ് നമ്മൾ ക്ലെൻസിങ് എന്നുള്ളതിന്റെ അർത്ഥം കൊണ്ട് അർത്ഥമാക്കുന്നത്. परंतु हमें एक कलीसिया को एक तेजस्वी कलीसिया बनाकर अपने पास खड़ी कर सके, मतलब प्रभु की उपस्थिति में उपस्थित कर सके, खड़ा कर सके, इस बात का कार्य करने के लिए प्रभु था जो वो मूर्खा जो गंधरस का अवस्था में वो जाकर उन्होंने कार्य किया, ताकि वो शुद्धिकरण का जीवन हमारे जीवन में हो, उसके लिए प्रभु ने वो कार्य किया। ഇവിടെ നമുക്ക് യേശുവിന്റെ രക്തം നമ്മുടെ ക്ലെൻസിങ് ചെയ്യുന്നു, മനസ്സാക്ഷിയെ ക്ലെൻസിങ് ചെയ്യുന്നു എന്നുള്ള ആ വിഷയത്തിലേക്ക് നമ്മൾ വരുന്നില്ല. കാരണം നമ്മളിവിടെ സാന്റിഫിക്കേഷനും ക്ലെൻസിങ്ങും നടക്കുന്നത് സബ്ട്രാക്ഷൻ, നമ്മളിൽ കുറഞ്ഞു പോകേണ്ട വിഷയങ്ങളോടുള്ള ബന്ധത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. यहाँ पर हम वो पॉइंट नहीं ले रहे जहां पर यीशु मसीह का लहू हमें सब प्रकार के पापों से धोकर शुद्ध करके निष्कलन कर कर हमारा विवेक को भी शुद्ध करता है, वो पॉइंट में ना लेते हुए बल्कि प्रभु का कार्य के द्वारा जो हमारे जीवन में जो फायदा हुआ है, उस फायदे की वजह से हमारे जीवन में कुछ बातों का कमी कटी हो जाना चाहिए या निकल कर बाहर जाना चाहिए, जो प्रभु ने कार्य किया है उस विषय को है मूल्य मैं बताना चाहता हूँ। യോഹന്നാൻ സ്നാപകനിൽ പരിശുദ്ധാത്മ അപ്പോൺ എന്നുള്ള നിലയിലായിരുന്നു. അദ്ദേഹത്തിന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഉള്ള ഒരു നിലപാടാണ് പൗലോസ് ആത്മാവ് അവനിൽ പകർന്നത്. എന്നാൽ നമ്മളോടുള്ള ബന്ധത്തിൽ, നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നുള്ള ബന്ധത്തിലാണ്, ഇൻവേർഡ്ലി ആണ് സ്പിരിറ്റിന്റെ മൂവ്. तो यूहन्ना बपतिस्मा में जब आत्मा आया करके बोलते समय में वहां पर हम पढ़ते समय उसके ऊपर आया है करके हम भागों को पढ़ते हैं, जिसके वजह से क्या, उसके ऊपर आने के वजह से वो एक सेवा, भविष्यवक्ता का सेवा वो कर पाया, जिसके आधार पर है वो सारा सेवा कर रहा है। लेकिन हमारे विषय में आते समय में हमारे ऊपर नहीं आ रहा, हमारे अंदर आ रहा है। हमारे अंदर आने की वजह से है एक मसीह जीवन का चाल चलन, एक मसीह जीवन को जीने हो पा रहा है। അപ്പൊ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ആദാമ്യ ജനനത്തിലൂടെ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളിലൂടെ നമ്മളിൽ എത്തിയിരിക്കുന്ന ജഡപ്രകൃതിയെ ക്രൂശ് നിമിത്തം ക്രിസ്തുവിന്റെ ക്രൂശിനോട് ഏകീഭവിച്ച് നമ്മൾ ഓരോ ദിവസവും അത് നമ്മളിൽ നിന്നും അത് നീക്കം ചെയ്ത് വിശ്വാസത്താൽ നീക്കം ചെയ്തിട്ട് നമ്മളിൽ പരിശുദ്ധാത്മാവ് ഇൻവേർഡ്ലി നിറഞ്ഞ്, അപ്പൊ എപ്പോഴത്തോളം നമ്മൾ നീതി ജീവിതത്തിലേക്ക് നമ്മളിൽ കർത്താവ് യേശുവിനെ പാപമാക്കിയത് എന്തിനാണ്? നമ്മളെ ദൈവത്തിന്റെ നീതിയാക്കാനാണ്. അപ്പൊ ഒരു നീതിബോധമുള്ള നീതിയുള്ള ജീവിതം വരണമെങ്കിൽ ഹോളി സ്പിരിറ്റിനാൽ മാത്രമേ നമുക്കത് കഴിയുകയുള്ളൂ. അപ്പൊ ഹോളി സ്പിരിറ്റിന്റെ നിറവിന്
ഈ സാന്റിഫിക്കേഷനും ക്ലെൻസിങ്ങും വളരെ ആവശ്യമാണ്. അപ്പം तो एक विश्वासी के जीवन का आधार पर जो कार्य उसके जीवन में जो हो रहा है वो है कि उसके जीवन से कुछ बातों को घट जाना या निकल जाना या सब्ट्रैक्ट होना, जो है प्रभु का कार्य के द्वारा हमारे जीवन में हो रहा है। उस कार्य के जीवन में हमें होने के लिए हमारे जीवन में जो उसके लिए प्रभु क्या कर रहा है, वो हमें शुद्ध भी कर रहा है और हमें पवित्र बनाकर अलगवाई में लेकर आ रहा है। ये कार्य हमारे अंदर होने के लिए पवित्र आत्मा हमारे अंदर आकर बसना बहुत जरूरी है, क्योंकि पवित्र आत्मा के द्वारा ही ये कार्य हो सकता है। അപ്പൊ നമ്മുടെ ജീവിതമാണ് ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ നമ്മളെ എന്താണ്, അവൻ അവളെ വചനത്തോട് കൂടിയ ജലസ്നാനത്താൽ വൃങ്കിൾ അല്ലെങ്കിൽ ഈ ചുളിവ്, അതുപോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സ്പോട്ട് ഇങ്ങനെ ഒന്നുമില്ലാതെ ശുദ്ധിയും വിശുദ്ധിയുമായി നിർത്തേണ്ടതിന് യേശു കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തതിനോട് നമ്മൾ വിധേയപ്പെട്ട് ക്രൂശ് വഹിക്കുന്ന ഒരു നിലയിൽ, അല്ലെങ്കിൽ ക്രൂശ് എന്ന് പറയുമ്പോൾ തന്നെ അത് കഷ്ടത വരുമ്പോൾ ആ കഷ്ടതയും എടുത്തുകൊണ്ട് യേശുവിന് പുറകെ പോവുക എന്നുള്ള അർത്ഥമല്ല. പിന്നെയോ നമ്മൾ സബ്ട്രാക്ഷൻ, നമ്മളെല്ലാം അവിടെ അദ്ദേഹം ഉദ്ദേശിച്ച ഡിഗ്രീസ്, എന്നിൽ കുറയണം, ഞാൻ കുറയണം. അപ്പം യേശുവിന്റെ മുമ്പിൽ നിന്നപ്പോൾ വളരെ പ്രിപ്പയർഡ് ആയിട്ട് വന്ന യോഹന്നാൻ സ്നാപകൻ അത് ഫീൽ ചെയ്തു. കാരണം ഞാൻ അവന്റെ സന്നിധിയിൽ ഒന്നുമില്ല എന്നുള്ളൊരു ബോധ്യം അവനുണ്ടായി. പക്ഷെങ്കിൽ അവനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അവൻ പഴയ നിയമപ്രകാരമുള്ള ഒരു ജീവിതക്രമമാണ് അവൻ പാലിച്ചിരുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ പദത്തിന് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ പദത്തിന് വളരെ മൂല്യമുണ്ട്. ദിവസവും നമ്മൾ കുറയുകയും ക്രിസ്തു ദിവസവും നമ്മളിൽ വർദ്ധിച്ചു വരികയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്, അതാണ് മൂറ് നമ്മളിൽ അപ്ലൈ ചെയ്യുന്നത്, ക്രൂശിനോടുള്ള ഏകീഭാവമാണ്. അങ്ങനെ 6 മാസം മൂറ് അപ്ലൈ ചെയ്തതിനു ശേഷം പിന്നെ 6 മാസം അവൾക്ക് സ്പൈക്നേർഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ജഡമാംസ തൈലം അവളെ പൂശുക, ബ്യൂട്ടിഫൈ ചെയ്യുകയാണ്. അപ്പൊ അവളെ രാജാവിന് മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ഒരു കുറവുമില്ല, ഒരു സ്പ്രിങ്കിളും ഇല്ല, ഒരു വൃങ്കിളും ഇല്ലാതെ, ഒരു സ്പോട്ടും ഇല്ലാതെ അവളെ രാജസന്നിധിയിൽ ഒരുക്കി നിർത്തുന്ന ഒരു നിലയിലേക്ക് അവൾ വിധേയപ്പെട്ടു കൊടുത്തു. കാരണം ഇത് രണ്ടിനും ചെലവ് കൊടുക്കുന്നത് രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്നാണ്. इसके लिए हमें विश्वासियों के जीवन में प्रभु अपने जब प्रभु का कार्य है जो उन्होंने किया है उसके साथ एक होने का आधार पर है विश्वासी का जीवन किस रीति से मसीह का जीवन उसमें बढ़ता है और अपना जीवन में घटते जाता है, ताकि इसी में है उसका विश्वासियों का जीवन का आधार। ये जितना वो मसीह में वो लिपटा रहकर मसीह का कार्य को समझकर बढ़ता है, उतना वो क्या करेगा, वो प्रभु का वो जीवन उसको क्रूज की ओर लेकर जाएगा। क्रूज का मतलब ये नहीं कि कष्ट आए तो प्रभु को थामे रहे, वो बात का नहीं है। मतलब क्रूज का मतलब क्या है कि हमारे जीवन में से कुछ बातें जो हट जाना चाहिए, जो निकल जाना चाहिए, जैसे कि हमारा स्वयं स्वभाव, ये सब बातें जो आत्मिक जीवन के लिए रुकावट है, ये बात का हटने के विषय के लिए है। हम उस क्रूज के बात क्यों पहुंचते हैं, लेकिन उस बात को पहुंचने के लिए प्रभु है का वचन का द्वारा है जो हमें वो कार्य करता है। जैसा हमने एफिसियों 5 में पढ़ते समय में, वो हमें ऐसा एक तेजस्वी कलीसिया बनाना चाहता है जिसमें क्या नहीं है, कोई भी प्रकार का कलंक नहीं, कोई भी झुर्री नहीं, और ऐसा कोई भी वस्तु नहीं है जो उसको अशुद्ध बनाए, बल्कि वो हमेशा पवित्र और निर्दोष रीति से बने रहकर ये कार्य होते 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 क्या होगा, प्रभु हमें क्रूज की ओर का रास्ते में लेकर जाएगा, जो एक सच्चा विश्वासी को जरूरत है। हम देखते हैं कि यूहन्ना जब प्रभु को जब महिमा में यूहन्ना ने देखा, या यूहन्ना जब यूहन्ना के सामने, यूहन्ना बपतिस्मा देने वाले के सामने जब यीशु आया, यीशु मसीह का जिंदगी को देखकर, यीशु मसीह का व्यक्तित्व को देखकर यूहन्ना का क्या गवाही था कि हे प्रभु आप बढ़ो, मैं तो घटना चाहता हूं। परंतु ये बोल दिया अच्छी बात है, लेकिन यूहन्ना के अंदर ऐसा कुछ भी बात ऐसा नहीं हो रहा है कि घटने के बाद प्रभु उसके अंदर बढ़ सके या प्रभु उसके जीवन में आकर कार्य कर सके। ऐसा कुछ भी लाभ यूहन्ना बपतिस्मा को नहीं मिला। क्यों? क्योंकि वो पुराने नियम का रिवाज के अनुसार कार्य करने की वजह से प्रभु को का जीवन का उसको कोई भी लाभ नहीं हो रहा था, क्योंकि उसने खुद से ही ये करके रखा था। इसलिए ऐसा बात ना होते हुए प्रभु का जीवन का कार्य है जो एक विश्वासी के जीवन में होना चाहिए। इसी एस्तेर का जीवन में भी 6 महीना का जब उसको गंधरस लगाकर उसको शुद्ध किया या अलग कर दिया, अलग करने के बाद बाकी 6 महीना क्या था, सुगंध लगाकर उसको क्या किया, उसको सुंदर बनाया और बाकी लोगों से उसको शुद्ध करके राजा के सामने खड़ा किया। तो ये दोनों कार्य है, साथ में चलने वाली बात है। गंधरस यानी कि प्रभु का कार्य उसके जीवन में लागू होने की वजह से क्या हो गया, वो उसका स्वभाव हटते गया, और सुगंध लगाकर प्रभु का स्वभाव उसको मिलाकर वो सुंदर होते रहे, शुद्ध होते रहे। इस रीति से पवित्र करने का काम और शुद्ध करने का काम दोनों साथ में चलता है।
നമ്മളിലുള്ള അഭിപ്രായങ്ങള്, നമ്മുടെ ഒപ്പീനിയൻസ്, നമ്മൾ നിർബന്ധം പിടിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ഇതൊക്കെയും ജഡപ്രകാരം നമ്മളിൽ ശക്തമായിരിക്കുമ്പോൾ നമ്മളില് ആ നറുമണം അല്ലെങ്കിൽ ഒരു ഡിവൈൻ നേച്ചറിനോട് ഏകീഭവിച്ച് പിതാവിനോട് ഒന്നായി നിൽക്കാൻ പലപ്പോഴും നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ടാണ് നമുക്ക് പിന്നെയും ക്രൂശിന്റെ ആപ്ലിക്കേഷൻ, നമ്മളെ കർത്താവ് കംപ്ലീറ്റ് ഇതൊന്നുമില്ലാതെ. അപ്പം നമുക്ക് റോമലേഖനം 6-ന്റെ 5 വാക്യത്തിൽ ഒരു പ്രയോഗം അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മള് हमारे जीवन में हमारा स्वयं, हमारा खुद का स्वभाव, हमारे ईगो, ये सब बातें जब तक रहते समय में क्या होता है कि प्रभु का जीवन का कार्य हमारे अंदर होने के लिए बहुत बड़ा रुकावट बनता है। इसलिए प्रतिदिन क्रूस उठाने का कार्य हमारे जीवन में बहुत जरूरी है, ताकि हम लोग उस स्वभाव, उस कार्य के द्वारा हमारे जीवन की बातों का घटते रहे और मसीह का जीवन हमारे अंदर बढ़ते रहे। इस विषय में रोमियो का पुस्तक में हम एक वाक्य पढ़ते हैं, रोमन्स चैप्टर। അവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. We have been united together in the likeness of his death. അവന്റെ മരണത്തോട് നാം ഐക്യപ്പെടുന്നുവെങ്കിൽ, ഐഡന്റിഫൈ ചെയ്യുന്നുവെങ്കിൽ, അപ്പൊ അങ്ങനെയുള്ള ആ ഐക്യപ്പെടേണ്ട ആവശ്യബോധം ഉണ്ടാകുന്ന വിശ്വാസികൾക്ക് മാത്രമേ ഈ ഒരു കുറവ് അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ നടക്കത്തുള്ളൂ. ഞാൻ പൂർണ്ണമായി എനിക്കിനി സബ്ട്രാക്ഷന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ തികവിലെത്തി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളിൽ ആ പ്രവൃത്തി ചെയ്യാൻ അല്ലെങ്കിൽ ക്രൂശിനോടുള്ള ഏകീഭാവം നമ്മളിൽ നിലച്ചു പോവുകയും നമ്മൾ രൂപാന്തരം ഇല്ലാതായി തീരുകയും ചെയ്യും. അപ്പൊ 6-ന്റെ 5 വായിക്കുകയാണ്, നമ്മൾ അവിടെ ലൈക്ക്നെസ് ഓഫ് ഹിസ് ഡെത്തിനോട് നമ്മൾ ചേരുന്നുവെങ്കിൽ നമ്മൾ റിസറക്ഷനിലാണ് ഈ ഇൻസെൻസിന്റെ അനുഭവം, നറുമണമാകുന്ന ആത്മാവിന്റെ ഫലം നമ്മളിൽ വരുന്നത്. उसके लिए वाक्य 6-5 में जब पढ़ते समय में, यदि अगर हम उसके मृत्यु के समानता में हो जाता है, तो उसके मृत्यु के समानता होना मतलब क्या है? उनके मृत्यु में जब हो जाते समय में हमारे जीवन में जो बातों की घटी जो होना चाहिए, हमारे जीवन से जो बातें निकल जाना चाहिए, वो बातें निकलते 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 उसके बाद प्रभु का सुगंध का कार्य हमारे जीवन में होकर एक खुशबूदार जीवन, एक पवित्र जीवन हम जी सके, उस विषय में होगा। अगर उसके मृत्यु के समानता में रहेगा तो ही क्या होगा? उसके जीवन में हम बढ़ सकते हैं। അവിടെ നമ്മൾ ആ മരണത്തോട് ഏകീഭവിക്കുന്നുവെങ്കിൽ റിസറക്ഷൻ ലെവലില് നമ്മൾ ആ ഇൻ ദ ലൈക്ക്നെസ് ഓഫ് റിസറക്ഷൻ എന്നുള്ളത്, ലൈക്ക്നെസ് എന്നുള്ളത് ഇറ്റാലിക്സിലാണ് കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ അവന്റെ പുനരുദ്ധാനത്തോട് ഏകീഭവിക്കുകയല്ല, നമ്മൾ ആ പുനരുദ്ധാനത്തിൽ എത്തിച്ചേരുകയാണ്. जैसा उसका 5 में हम पढ़ते समय में मृत्यु की समानता में उसके साथ हम लोग जुड़ जाते हैं करके बोलने के बाद, उसी रीति से सचमुच हम लोग उसके जी उठने के समानता में भी हो जाएंगे करके वहां पर हम पढ़ते हैं। परंतु मृत्यु के समानता में जैसा हो गया है, उसका समानता करके जो शब्द है इटालिक शब्द में अंग्रेजी बाइबल में लिखा है, जिसका मतलब यह है कि वो शब्द को बाद में जोड़ा गया था, पहला नहीं था शुरुआत में। तो उसके जी उठने के समानता में होगा करके वो अर्थ में वहां पर समानता नहीं आ रहा, बल्कि हम जी उठेंगे, मतलब क्या, वही पुनरुद्धान में हम भी रहेंगे जैसा प्रभु का जीवन में है। അപ്പൊ മരണത്തോടുള്ള ഐക്യതയ്ക്ക് നമ്മൾ തയ്യാറായാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ പുനരുദ്ധാനത്തിന്റെ ലെവലിൽ എല്ലാ ദിവസവും നമുക്ക് എത്തിച്ചേരുമ്പോൾ നമ്മളിൽ ഈ സബ്ട്രാക്ഷനും അഡീഷനും നടന്നുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ എസ്തേറിൽ സംഭവിച്ച കാര്യം അനുദിനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. तो मृत्यु का समानता में अगर हम लोग एक होते रहेंगे, उसमें अगर जुड़ गए, उसमें अगर एक रहा, तो हमारे अंदर क्या होगा? बहुत से बातें जो मसीह के विषय के खिलाफ है, वो बातें हमारे अंदर से घटते रहेगा। अगर सचमुच अगर हम लोग उस बातें घटता रहा, मृत्यु में एक होगा, तो निश्चय क्या होगा? हम उसके जी उठने में भी उसके साथ रहेंगे। तो उसके जी उठने का कार्य क्या करता है? प्रभु का स्वभाव को, प्रभु का सुगंध को, प्रभु का सामर्थ को हमारे अंदर जोड़ता है। तो हमारा स्वयं बढ़ते रहेगा। जैसे एस्तेर में गंधरस मिलाते समय में उसका पुराना स्वभाव जो उसका रंग था वो हटते गया, और सुगंध डालकर उसको पवित्र किया, तो राजा की इच्छा के अनुसार सुगंध आया। उसी रीति से मसीह का उस क्रूस के मृत्यु के समानता में अगर हम एक हो जाए, तो इसकी वजह से हमारे अंदर घटेगा, ताकि हम उसके जी उठने में एक रहे। അപ്പൊ നമുക്ക് ഈ ക്രൂശിന്റെ വചനം, അതായത് വചനത്താലുള്ള ശുദ്ധീകരണവും നടക്കുന്നു, വചനത്താലുള്ള സാന്റിഫിക്കേഷനും നമ്മൾ ക്രൂശിനോടുള്ള ഏകീഭാവത്തിൽ നടക്കുമ്പോൾ ആത്മാവിന്റെ നിറവ്, അതാണ് നമുക്ക് ആത്മാവിലുള്ള ഐക്യത, ആത്മാവിലുള്ള ഫെലോഷിപ്പ്. ഇതാണ് സ്വർഗീയ തലത്തിൽ പിതൃപുത്ര പരിശുദ്ധാത്മാവിനോടുള്ള ഐക്യതയിൽ നമുക്ക് പോകാൻ കഴിയുന്നത് ഈ ഐക്യതയിൽ എത്തുമ്പോഴാണ്. കാരണം നമ്മളിലുള്ള ഐക്യതയ്ക്ക് തടസ്സമായ ആ പഴയ മനുഷ്യനെ എപ്പോഴും പുറന്തള്ളിക്കൊണ്ട് മൂറിന്റെ അനുഭവത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ റിസറക്ഷന്റെ അനുഭവം ഉണ്ടാകുക തന്നെ ചെയ്യും. इसके लिए हमारे अंदर जो അനുഭവത്തോട്
നമ്മൾ ആ മരണത്തോട് ഏകീഭവിച്ചാൽ മാത്രം മതി. കാരണം അവിടെ മരണത്തോട് ഏകീഭവിച്ചാൽ പുനരുദ്ധാനം സംഭവിച്ചിരിക്കും. मैन इसके लिए जो बातें हैं, जो वचन है, जो हमें इस रीति से पवित्र बनाकर हमें अलग करता है, और वचन का कार्य के द्वारा ही है हमें शुद्ध कर कर प्रभु के जीवन में हमें जोड़ता है। वचन में इस रीति से हम सहयोग करते रहते समय में है आत्मा में हम लोग बढ़ने लगते हैं। तो इस रीति से हर एक विश्वासियों में वो आत्मा का कार्य होने की वजह से सब में एक समानता और एकता आकर हम सब मसीह में बढ़ते हैं। तो इसमें जो रुकावट था जो हमारा स्वयं, वो हटकर मसीह का एकता के समान जो कार्य जो हमारे अंदर होता है, वो बातें हमारे अंदर आएगा। അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ നേരത്തെ വായിച്ച 3-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം നമുക്ക് ബാക്കി വെച്ചിട്ടാണ് യോഹന്നാൻ സ്നാപകൻ കടന്നുപോയത്. അദ്ദേഹത്തിന് അത് ഫുൾഫിൽ ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ നമുക്ക് അത് ക്രൂശ് എന്ന അനുഗ്രഹിക്കപ്പെട്ട ആ ആ സ്ഥാനത്ത് നമ്മൾ കുറയുകയും ക്രിസ്തു നമ്മളിൽ വളരുകയും ചെയ്യുന്ന ഒരു പുനരുദ്ധാനത്തിന്റെയും മരണത്തിന്റെയും ഏകീഭാവം നമ്മളിൽ കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ ആ സ്വർഗീയ തലങ്ങളിലേക്ക് उयर्ത്തപ്പെടുന്നത്. इसके लिए जब यूहन्ना जब कहा कि आप बड़े और मैं घटू करके बोलते समय में, यूहन्ना बपतिस्मा के जीवन में यह वाक्य एक अधूरा वाक्य रहा है जो हमारे लिए बाकी रखे गया है, क्योंकि वो उसका व्यवस्था के अनुसार जीने की वजह से प्रभु का पूर्णता का इच्छा जो उसमें था वो बात पूरा नहीं हो पाया। लेकिन हमारे लिए ये विषय को रखा है कि किस रीति से हम मसीह में आते समय में जो बातें हमारे अंदर घटना है, निकल जाना है, और क्या हमारे अंदर मसीह का सुगंध से हम लोग बढ़कर पवित्र होकर जो जीवन जी रहे हैं, उस विषय की बातें शुद्धता का कार्य हमारे जीवन में हो रहा है। അപ്പോൾ എസ്തേറിന് ഈ 6 മാസത്തെ ഈ 1 വർഷത്തെ ശുശ്രൂഷ നടന്നു കഴിഞ്ഞപ്പോൾ അവളുടെ മുമ്പിൽ വെച്ചിരുന്ന ഒരു സാധനവും അവൾ ആഗ്രഹിച്ചില്ല. കാരണം അവൾക്ക് വേണ്ടി ചെലവിട്ട ആ രാജാവിനെ മാത്രം ആഗ്രഹിക്കുന്ന, അവളെ സുന്ദരിയാക്കാൻ ആഗ്രഹിച്ച രാജാവിനെ മാത്രം മതി എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ അവൾ എത്തിച്ചേർന്നു. तो जब इस एस्तेर को जब इस रीति से 6 महीने का उसको गंधरस लगाया और फिर बाकी 6 महीना उसको शुद्ध करके पवित्र कर दिया, ऐसा 1 साल का कार्य उसके अंदर हो गया, तो क्या हो गया, वो 1 साल के बाद जब वो राजा के पास आते समय में उसके बीच में जो भी चीज रखा था वो कोई भी चीज को आग्रह नहीं किया, कोई भी चीज को इच्छा नहीं रखा, सिर्फ राजा राजा ही का ही मन, राजा ही उसका मन में था। നമുക്കിത് 6 മാസം എന്നല്ല, ഓരോ ദിവസവും മണിക്കൂർ വെച്ച് നമ്മളെ സബ്ട്രാക്ട് ചെയ്യുമ്പോഴെല്ലാം ഉടനെ തന്നെ നമ്മളിൽ ക്രിസ്തുവിന്റെ ഇൻക്രീസ് സംഭവിക്കുന്നു എന്നുള്ളത് ദൈവത്തിന്റെ മഹാകൃപയാണ്. നമ്മളെ അവൻ തേജസ്സിലേക്ക് നയിക്കുകയാണ്. നമുക്ക് ഈ ക്രൂശിന്റെ പാത കർത്താവ് പറഞ്ഞ, അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകന് നിവർത്തിക്കാൻ കഴിഞ്ഞാതെ പോയത് നമുക്ക് നിവർത്തിക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെ അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ പോലും യോഹന്നാനേക്കാൾ വലിയവനായി തീരാൻ ഇടയായി തീർന്നിരിക്കുന്നത്. इसके लिए हमारे लिए 6 महीना इंतजार करने की जरूरत नहीं है। जिस क्षण हम लोग हमारे अंदर मसीह का जीवन बढ़ने की वजह से जो बात का गति होना चाहिए, जो बातें निकल जाना चाहिए, जो बातें हम अंदर नहीं रहना चाहिए, वो बात निकल गया, तो तुरंत उसी क्षण में मसीह का जीवन हमारे अंदर बढ़ते रहेगा, मसीह का स्वभाव हमारे अंदर बढ़ते रहेगा। ये प्रभु का बहुत बड़ा अनुग्रह है जो हमारे जीवन में इस रीति से प्रभु ने हमको दिया है, नए नियम के लोगों को, कि तुरंत ही उस प्रभु का बढ़ोतरी हमारे जीवन में हो रहा है, मसीह का ये स्वभाव। इसके लिए हम देखते हैं कि राज्य में जब हम लोग रहते हैं समय में वहां पर യോഹന്ന बपतिस्मा देने वाले से भी बस जो एक छोटा विश्वासी भी राज्य में യോഹന്ന बपतिस्मा से भी बड़ा रहेगा। നമുക്കെന്നാ പ്രാർത്ഥിക്കാം. നമ്മള് സമയം കഴിഞ്ഞു. കർത്താവ് സഹായിക്കട്ടെ. धन्यवाद दे कि प्रभु ने इतना अच्छा समय दिया। प्रभु का महिमा हो।